ഇറങ്ങട്ടെന്നോ? മോളെ അവനെന്തേടി? ചേട്ടൻ ഉറങ്ങുക. അവനെ ഒന്ന് വിളിമോളെ, അണ്ടേ ഇവള് പോവാന്ന്. പോകുന്നവരെങ്ങ് പോട്ടമ്മേ. ചേട്ടനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എന്നെ വഴക്ക് പറയും. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് വേറെ ഒരു പണിയും ഇല്ലേ? എന്നെ ഇറക്കി ഇട്ടവരോട് തന്നെ ഞാൻ യാത്ര ചോദിക്കണോ? പറഞ്ഞല്ലോ, പറയിപ്പിച്ചല്ലേ. ഇപ്പൊ പറയിപ്പിച്ചതാ, നീ സമ്മതിച്ചു. ആരാ? ഞാനോ? എനിക്ക് കണക്കായിപ്പോയി. കയ്യിലിരിപ്പിനാ കിട്ടിയേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ആളാ. പക്ഷെ എന്നെ ഇറക്കിയ പോലെ എന്റെ അച്ഛനെ അമ്മ ഇവിടുന്ന് ഇറക്കി വിടാന്ന് നീ വിചാരിക്കണ്ട. കിടന്ന് ചലിക്കണ്ട, ഇറങ്ങി പോകാൻ പറ അമ്മേ. ചേട്ടൻ എങ്ങോട്ടും കേട്ട് വന്നാലേ ഇറങ്ങി പോയിന്റ് വരത്തില്ല, പിടിച്ചിറക്കി വിടും. മാറിയമ്മ അങ്ങോട്ട് എന്നെ ഇറക്കി വിടുന്ന കാണട്ടെ. ഞാൻ വെറുതെ അല്ല എന്റെ കെട്ടിനെ പട്ടിയെ പോലെ തന്നെ. ഞാനങ്ങ് സഹിച്ചു. ഞാൻ അമ്മ ചുമ്മാ തരി. കണ്ടില്ല കേട്ടില്ലെന്ന് നോക്കുമ്പോ തലേ കയറി നിരങ്ങുന്നവിടെ ശബ്ദം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നീ എന്ത് ചെയ്യണേ? ഒന്ന് കാണട്ടെ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. എന്തോന്നേ ഇത്? എന്തൊരു ബഹളോ അത്? ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? മോനെ കണ്ട ഇവള് പോവാന്ന്. ആര്? അവള് പോന്നേ പോട്ടെ. അമ്മയ്ക്ക് പോണോ? പോണെങ്കി പൊയ്ക്കോ, ഞാൻ തടയത്തില്ല. ജിത്തെ, ഞാനൊരു കാര്യം പറയാം. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുറവ് ഈ വീട്ടിൽ വരുത്തരുത്. ഞാനിവിടെ ഇല്ലെന്ന് കരുതിയിട്ടെ ഇവരുടെ മേല് കുതിര കയറാന്ന് ആരും വിചാരിക്കണ്ട. പിന്നെ ഏതായാലും നാത്തൂൻ പോകാൻ തീരുമാനിച്ചല്ലേ. നാത്തൂന് ഞാൻ ഉപകാരം ചെയ്തുതരാം. ആ ബാഗ് ഞാൻ കൊണ്ട് വെളി വെച്ചുതരാം. ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ വന്നിട്ട് പാറ്റുള്ള വേണ്ടമ്മ, ഞാൻ റോഡിൽ വെച്ച് കണ്ടോളാം. മോളെ, നീ അക്ഷയ സെന്ററിലെ ബിന്ദു വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ കേട്ടില്ല അച്ഛാ, ബാഗിനകത്തായി പോയി ഫോൺ. എടി മോളെ, നീ KSRTC കണ്ടക്ടർ ടെസ്റ്റ് എഴുതിയില്ലേ? അതിന്റെ മോളുടെ നമ്പർ റാങ്ക് ലിസ്റ്റിലുണ്ട്. മോളുടെ നമ്പർ ബിന്ദുവിന് അറിയാവുന്നത് കൊണ്ട് അവള് നോക്കി. മോളുടെ നമ്പർ 47 റാങ്കിലേക്ക് കിടക്കുന്നേ. നീ മോളെ അവളെ വിളിച്ചേ. ഞാൻ വിളിക്കാം അച്ഛാ. ബിന്ദു, നീ നോക്കിയോ? ആണോടി? ഞാൻ കണ്ടില്ല, ബാഗിലായി പോയി ഫോൺ. ആ ശരിയടി, ഞാൻ അങ്ങോട്ട് വരാം. അമ്മ